Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അള്ളാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, വളരെ പ്രാധാന്യപൂർവം നമ്മൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഏതാനും ചില ഹദീസുകളും ആയത്തുകളുമാണ് ഇന്നത്തെ എന്റെ സംസാരത്തിന്റെ മർമ്മം. റഹ്മാനായ റബ്ബ് അവന്റെ ദീൻ യഥാവിധി കേൾക്കുകയും അത് പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി മക്കയിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് അവസാനം മദീനത്തേക്ക് ഹിജ്റ വന്ന് അങ്ങനെ ഖുലഫാവുകളിലൂടെ തബഉ താബിഉകളിലൂടെ നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ഈ ഇസ്ലാമിക ആദർശം, അതിന്റെ വ്യതിരക്തത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ ഒരു കലിമത്തു ഷഹാദയുടെ അർത്ഥം നമ്മൾ യഥാവിധി ഉൾക്കൊള്ളുകയും പഠിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരേണ്ടുന്ന ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്നത് ഒരു ലളിതമായ ഒരു കലിമത്തല്ലേ, അതിനു മാത്രം അതിൽ പഠിക്കാൻ എന്തിരിക്കുന്നു എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സംശയം വന്നേക്കാം. അതിന്റെ മറുപടിയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതിന്റെ മറുപടി എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നബിയായി തെരഞ്ഞെടുത്തതു മുതൽ പ്രവാചകന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി. എന്താണ് ശത്രുതയുടെ കാരണം? പ്രവാചകൻ ഒരു മോഷ്ടാവായിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ കേവം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഭിന്നിപ്പിച്ച വ്യക്തിയായിരുന്നു? ഇതൊന്നുമല്ല. അൽ അമീൻ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് അഭിസംബോധന ചെയ്തിരുന്നത്. വസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ അത്രകാലം അങ്ങനെയുള്ള ഒരു വ്യക്തി നബിയായി തെരഞ്ഞെടുത്തത് മുതൽ എന്തുകൊണ്ട് എതിർക്കപ്പെടേണ്ടുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ
അവർക്ക് ഏറ്റവും ഈർഷ്യതയുള്ള വ്യക്തികളുടെ കൂട്ടത്തിലേക്ക് മാറി എന്നതിന്റെ ഉത്തരമാണ് നമ്മൾ കാണേണ്ടത്. അത് നമ്മൾ കാണുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, കൂട്ടരെ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾ വിജയിക്കും. അതാണ് അവരെ അരിശപ്പെടുത്തിയ കാര്യം. അവർക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറം വരാനുള്ള കാര്യം അതാണ്. മറ്റൊന്നും എതിർപ്പിന്റെ അടിസ്ഥാനമായിട്ടില്ല. പ്രവാചകന്റെ സമ്പത്തോ പ്രവാചകന്റെ കഴിവോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവർ ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്തു. പക്ഷെ അതിലൊന്നും വഴങ്ങാതെ പ്രവാചകൻ ഒരേ ഒരു വിഷയം മാത്രമാണ് എതിർപ്പിന്റെ കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു എന്നത് മാത്രം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, അവർക്ക് അറിയാത്ത ഒരു കാര്യമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണമല്ലോ. ഒരിക്കലുമല്ല അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടല്ല. അപ്പൊ നമ്മള് ബദറിന്റെ ആ ഒരു ചരിത്രം വായിക്കുമ്പോൾ അബൂജഹലും എന്ത് ചെയ്യുന്നുണ്ട്? കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? നമ്മളെ പഴമക്കാരായ ആളുകൾക്ക് ബദർ കിസ്സപ്പാട്ടിലൊക്കെ കാണാൻ കഴിയും. ഇറയോനെ ഹാദൽ ബൈത്തുട നായനെ ഹക്കുട് ബാത്തിൽ രണ്ടില്. അതറിയാത്ത വരി അറിയാത്ത പഴമക്കാർ വളരെ ചുരുക്കമായിരിക്കും. എന്താണ് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ, ഈ രണ്ടാലൊരു സംഘത്തെ അത് ഹക്കിന്റെ പാർട്ടി എന്ന് വിജയിപ്പിക്കണം. അതാരാണ് എന്ന് നിനക്ക് നല്ലപോലെ അറിയാം. അപ്പൊ ഞാൻ ഈ സംഭവം പറഞ്ഞത് ഒരിക്കലും അബൂജഹൽ അല്ല ഇല്ല എന്ന് പറയുന്ന ആളല്ല, ഒരു നിരീശ്വരവാദിയായിരുന്നില്ല എന്നർത്ഥം. മറിച്ചോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഇവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്കും അബൂജഹൽ നരകത്തിലേക്കും വഴിമാറിയത് എവിടെയാണ്? ആ ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്കും അബൂജഹൽ നരകത്തിലേക്കും വഴിമാറുന്ന ആ വഴി ഏതാണ് എന്നുള്ളതാണ് നമ്മൾ വ്യതിരക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരിടാൻ വേണ്ടി അവർ ചമച്ചിരുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമുക്ക് ഏറെക്കുറെ ഒരു വ്യക്തത കിട്ടും. ഒന്നാമത് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരിടാൻ വേണ്ടി അവർ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം എന്താണ്? ഞങ്ങള് മുഹമ്മദെ അല്ല മാത്രം പോരാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദം എന്തായിരുന്നു? കൂട്ടരെ, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, നേർച്ച നേരാൻ, അറവ് നടത്താൻ, ഇതിലൊന്നും അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ആദർശം. ഇതിനോട് അരിശപ്പെടാനുള്ള കാര്യം എന്താണ്? അബൂജഹലിന്റെ ടീം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുഹമ്മദ് നീ പറയുന്നത് പോലെയല്ല, അള്ളാഹു ഇല്ല എന്നല്ല, പിന്നെയോ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുള്ള കുറെ ആളുകളുണ്ട്. ലാത്ത പോലെ, ഉസ്സ പോലെ, മനാത്ത പോലെയുള്ള കുറെ ആളുകളുണ്ട്. നമ്മൾ അവരോട് ചെന്ന് ചോദിക്കുക. അപ്പൊ അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവരെന്ത് ചെയ്യും? അവര് നമ്മളെ സഹായിക്കും. നമ്മളെ വാദം അല്ലാഹു രണ്ടുണ്ട് എന്നല്ല, അല്ലെങ്കിൽ അള്ളാഹിനെ പോലെയുള്ള കഴിവുള്ള ആളുകൾ എന്നുള്ളതല്ല, പിന്നെയോ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുള്ള മഹാന്മാരുണ്ട്, അവരെ നമുക്ക് സമീപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് അവരുടെ വാദം. അതിന് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന മറുപടി നോക്കൂ. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹു അവരുടെ വാദത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയും, വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യുന്ന ആളുകൾ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. എത്ര നിസ്സാരമാണ്! ഈത്തപ്പനക്കുരുവിന്റെ മുകളിലുള്ള പാട എത്ര നിസ്സാരമായ കാര്യമാണ്. അതുപോലും ഉടമപ്പെടുത്താൻ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അതിനേക്കാൾ സുന്ദരമായ ഒരു ഉപമയാണ് അടുത്ത് പറഞ്ഞത്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ.
അള്ളാഹുവിന് പുറമെ അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു വസ്തുവിനെ കൊണ്ടും ഒരു ഉപകാരവും ഒരു ജവാബും അവർക്ക് നൽകുകയില്ല. എന്നിട്ട് അള്ളാഹു അതിന്റെ ഉദാഹരണം പറയുന്നു. ഏതുപോലെയാണ്? ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാഹു. ഒരു മനുഷ്യൻ, ദാഹിച്ച ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ അടുക്കൽ പോയിട്ട് കൈ നീട്ടിക്കൊണ്ടവൻ പറയുകയാണ്, വെള്ളമേ നീ വന്നാലും. ഇതുപോലെയാണ് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടി പറയണം, വെള്ളമേ എന്റെ വായിലേക്ക് വന്നാലും. അള്ളാഹു ചോദിക്കുകയാണ്, വെള്ളം അവന്റെ വായിലേക്ക് എത്തുമോ? ഇതുപോലെയാണ് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുടെ ഉപമ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രഖ്യാപനം എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാമയെ നഷ്ടപ്പെട്ടു. സഹോദരങ്ങൾ ഒരു കുപ്പായത്തിൽ രക്തക്കറ പുരട്ടിക്കൊണ്ട്, പ്രവാചകനാണല്ലോ പിതാവ്, യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഉപ്പ ചെന്നായ പിടിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ മറുപടിയാവേണ്ടത്. വജാഉ അലാ ഖമീസിഹി, അവന്റെ കുപ്പായവുമായിട്ട് അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോ, ബിദമിൻ കദിബിൻ, ഒരു കളവുള്ള രക്തം പുരട്ടിക്കൊണ്ട്, ഒരു കള്ളമായി രക്തം പുരട്ടിക്കൊണ്ട് അവർ വന്നു. അപ്പോഴോ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ബൽ സവ്വലത് ലകും അൻഫുസുകും അംറാ, മക്കളെ, നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്ബറുൻ ജമീൽ, ഞാനിതാ ഭംഗിയായി ക്ഷമിക്കുന്നു. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അള്ളാഹുവിനോട് ഞാൻ സഹായം തേടുകയും ചെയ്യുന്നു. ഒരു പ്രവാചകന്റെ മാതൃകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇതാണ് നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നമ്മുടെ ഒരു മറുപടിയായിട്ട് വരേണ്ടത്. രണ്ടാമത് അവർ പ്രവാചകനോട് നിരത്തിയിരുന്ന ഒരു വാദം എന്ന് പറയുന്നത്, നമ്മൾ പാപികളല്ലേ, നമ്മൾ വിവരമില്ലാത്തവരല്ലേ, നമ്മൾ ദോഷികളല്ലേ, അള്ളാന്റെ അടുക്കൽ നമുക്ക് ശഫാഅത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മഹാന്മാരെ സമീപിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ആ വാദം പറയുന്നു. വയബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അല്ലാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരോട് അവർ ദുആ ചെയ്യുന്നു, ഇബാദത്ത് എടുക്കുന്നു. വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, ഹാഉലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. അപ്പോ മനുഷ്യന്മാര് പറയാനുണ്ട്, അത് ഞങ്ങളുടെ ശുപാർശക്കാരാണ്. സാധാരണ പറയാറില്ലേ, ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കുവോ? കറണ്ട് എടുക്കൂലല്ലോ. അതിന്റെ പവർ കുറച്ച് ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള പവറാക്കി മാറ്റണം. ഏതുപോലെ നമ്മൾ ജയിപ്പിച്ചു വിട്ട ഒരു മന്ത്രിയുണ്ട്, അയാളെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളാണ്, എനിക്ക് അനുമതി തരണം. അപ്പോഴോ അയാൾ എന്താ പറയാ, നിങ്ങളുടെ നാട്ടിലെ MLA കാണൂ, കത്ത് കൊണ്ടുവരൂ. ഇങ്ങനെയല്ലേ ദുനിയാവില്. ഇതേപോലെ നമ്മൾ അള്ളാന്റെ അടുക്കലേക്ക് നേരിട്ട് ചെന്നാൽ അള്ള നമ്മളെ പരിഗണിക്കുവോ? ഇങ്ങനെയുള്ള സുന്ദരമായ, കേട്ടാൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന വാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ വാദം സമർത്ഥിക്കാറുള്ളത്. അപ്പൊ അള്ളാന്റെ മറുപടി എന്താണ്? കൂട്ടരെ, അള്ളാഹ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ ആകാശ ഭൂമികളിലുള്ള സംവിധാനത്തെ കുറിച്ച്? അള്ളാഹ് അങ്ങനെ ഒരു സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നിങ്ങൾ അള്ളാന്റെ പേരിൽ പറയുന്നു, ഭൂമിയിലെ ഇന്നിന്ന ആൾക്കാരൊക്കെ ശുപാർശകരാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. അള്ളാഹ്ക്ക് നിങ്ങൾ ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്നാണ് ആയത്തിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയത്തിൽ കുർസിയിൽ എന്താ പറഞ്ഞത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതും. ഇതൊരു അടിസ്ഥാന വിശ്വാസമാണ്. അള്ളാഹുവിന് എല്ലാം നല്ല പോലെ അറിയാം. നമ്മളുടെ ജീവനാഡിയേക്കാൾ അവൻ നമ്മോട് അടുത്തവനാണ്. ആ അടുത്തവനിലേക്ക് പിന്നെ നമുക്കൊരു റെക്കമെൻഡ് വേണ്ടതില്ല. നമ്മുടെ ജീവനേക്കാൾ അള്ളാഹു നമ്മളോട് അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു എന്നുള്ളതാണ്. ഇതാണ് അവർ രണ്ടാമതായി പഠിച്ചിട്ടുള്ള ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ
ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മൂന്നാമത് അവർ പ്രവാചകനോട് നിരത്തിയിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഇവരൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. നമുക്കൊക്കെ എവിടെ സമയം, നമുക്കെവിടെ ഇബാദത്ത്? അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന മാർഗമാണ്, വസീലയാണ് ഇവർ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവരോടൊക്കെ ഞങ്ങൾ ഇബാദത്ത് നേരുന്നത് എന്ന് അവരുടെ വാദമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത ഒരു സഹാബി വര്യനുണ്ട്. അപ്പോഴോ പ്രവാചകൻ എവിടെ പോയാലും പിന്നാലെ ഖിദ്മത്ത് എടുത്തിട്ടാണ് ആ സഹാബി കഴിഞ്ഞുകൂടുന്നത്. ആ കഴിഞ്ഞുകൂടുന്ന സഹാബി വര്യനോട് ഒരിക്കൽ പ്രവാചകന് ഒളു എടുക്കാനുള്ള വെള്ളം എടുത്തു കൊടുത്തു. അപ്പോഴോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട് ചോദിച്ചോ, എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിച്ചോ. അപ്പൊ സഹാബി വര്യൻ ആലോചിച്ചു, ഞാനിപ്പോ ദുനിയാവിൽ എന്തെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ കൊണ്ട് തീരുമല്ലോ. അപ്പോഴോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി വര്യൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേറെ ഒരു കാര്യവും വേണ്ട. പിന്നെയോ ഒരേ ഒരു കാര്യം മാത്രം മതി. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ റഫീഖായിട്ട്, ഒരു കൂട്ടുകാരനായിട്ട് എനിക്ക് കിട്ടാവണം. അതിനു വേണ്ടി അല്ലാഹുവിന്റെ റസൂലേ, അത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, റബിയ, ഇതല്ലാത്ത വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല റസൂലേ, എനിക്കിത് മാത്രം മതി. അപ്പൊ പ്രവാചകന്റെ മറുപടി എന്താണ്? ശരി, ടിക്കിട്ടിരിക്കുന്നു എന്നാണോ? അങ്ങനെയാണോ പ്രവാചകൻ പറഞ്ഞത്? അല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നീ എന്തു ചെയ്തോ? ധാരാളമായി സുജൂദ് ചെയ്ത് എന്നെ സഹായിക്ക്. ദീനിൽ കുറുക്കു വഴികളില്ല, ദീനിൽ കുറുക്കു വഴികളില്ല. കുറുക്കു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്താ പറഞ്ഞത്? ധാരാളമായി നമസ്കരിച്ചോ, നമസ്കരിക്കാൻ കിട്ടുന്ന ഒരവസരവും നീ പാഴാക്കരുത്. എത്ര കൃത്യമാണ് നിർദ്ദേശം! ഇതിനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ശുപാർശക്കാരെ വെച്ചിരുന്നുവെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തായിരുന്നു? റബിയ, നീ ഒന്നും വിഷമിക്കണ്ട, എന്റെ എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്ന ഒരു കാര്യമില്ലേ, ഫാത്തിമ അൻകിദി നഫ്സകി മിനന്നാർ, നീ നിന്റെ തടിയെ നരകത്തിൽ നിന്ന് സലാമത്താക്കിക്കോ. എത്ര കൃത്യമാണ് നിർദ്ദേശം! ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയില്ല, ഇല്ലാ ബിഇദ്നില്ല. നമ്മൾ കൃത്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാലാമത്തെ ഒരു കാര്യം, ഞങ്ങള് വാപ്പകാരണവന്മാരായിട്ട് പിന്തുടരുന്ന ഒരു മാർഗത്തിലാണുള്ളത്. മുഹമ്മദെ, നീ കൊണ്ടുവന്നത് ആരാണ്? നീ കൊണ്ടുവന്ന ദീൻ നീ മാത്രമാണ്. നിന്റെ കൂടെ കുറെ അടിമകളായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ഖുറൈശികൾ, ഞങ്ങൾക്ക് പാരമ്പര്യമുള്ള ആളുകൾ. വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മ. ഞങ്ങള് വാപ്പകാരണവന്മാരായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാര്, ആ പിതാക്കന്മാരുടെ പിതാക്കന്മാര് അങ്ങനെ പിന്തുടർന്നു വരുന്ന മാർഗത്തിലാണ് ഞങ്ങളുള്ളത്. നീയാണെങ്കിലോ നിനക്കതൊന്നും ഇല്ലല്ലോ, നിനക്കതൊന്നും പറയാനില്ലല്ലോ. അപ്പൊ വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന മറുപടി എന്താണ്? അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. മുഹമ്മദ് നബിയെ, നിങ്ങൾ ചോദിച്ചു നോക്കി, അവരുടെ പിതാക്കന്മാർക്ക് ബുദ്ധിയില്ലെങ്കിൽ, അവരുടെ പിതാക്കന്മാർ ഹിദായത്തിലല്ലായിരുന്നുവെങ്കിൽ അവരെ പിന്തുടരുകയാണോ ഇവർ ചെയ്യുന്നത്? ഞങ്ങളുടെ വാപ്പ പഠിപ്പിച്ചതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മറു ചോദ്യമാണ്, അവരൊന്നും ദീന് പഠിച്ചിട്ടില്ല, അവർക്കൊന്നും അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഓ മുഹമ്മദ് നബിയെ, നിങ്ങളുടെ മാർഗം വിട്ടുകൊണ്ട് അവരുടെ വാപ്പമാരെയാണ് അവർ പിന്തുടരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കൃത്യമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. അതിന്റെ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം എന്തായിരുന്നു, എന്താണോ ജനങ്ങളോട് പ്രബോധനം ചെയ്തത്, ആ മാർഗത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയും ആ മാർഗത്തിനു വേണ്ടി ആത്മാർത്ഥമായി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം,
അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴി കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഹൈറായ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ. ഇതിനർത്ഥം ബാക്കിയുള്ള ദിവസങ്ങൾ മോശമല്ല എന്ന്. ബാക്കിയുള്ള ദിവസങ്ങളും പ്രത്യേകതയുണ്ട്, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയിലെ ഓരോ കാര്യങ്ങളും അതവുകളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുന്നവരാണ്. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആ കഹ്ഫിൽ പറയുന്ന കാര്യങ്ങൾ കൂടി അതിന്റെ ഒരു പരിഭാഷയോ അതിന്റെ ഒരു അർത്ഥസഹിതം നമ്മൾ പഠിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്ന ഒരു ചരിത്രമാണ് ഇന്നും പരാമർശിക്കുന്നത്. നമുക്കറിയാം, അതിന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ ഒരു ഭരണാധികാരിയെ കുറിച്ച് പറയുന്നുണ്ട്. ദുൽഖർനൈൻ എന്നാണ് ആ ഭരണാധികാരിയുടെ പേര്. ആ ഭരണാധികാരി ഒരു നാട്ടിലേക്ക് ചെല്ലുന്ന ഒരു അവസ്ഥ കൂടി പറയുന്നുണ്ട്. അതായത് യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, അതിക്രൂരന്മാരായിട്ടുള്ള എല്ലാ നിലക്കും ഉപദ്രവങ്ങൾ വരുത്തുന്ന ഒരു ജനവിഭാഗത്താൽ പൊറുതുമുട്ടി ജീവിക്കുന്ന ഒരു നാട്ടുകാരെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അവര് മലകളാൽ ചുറ്റപ്പെട്ട ആ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാര്, അവര് മലയുടെ ചെറിയ ഭാഗത്തുകൂടി കടന്നു വന്ന്, താഴ്വരയിലൂടെ കടന്നു വന്ന് ക്രൂരത കാട്ടിയിട്ട് അവർ തിരിച്ചു കയറി പോകും. അങ്ങനെ എല്ലാ നിലക്കും പൊരുന്തിമുട്ടി ജീവിക്കുന്ന ആ നാട്ടിലേക്കാണ് ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ ഒരു വ്യക്തി കടന്നു വരുന്നത്. അപ്പൊ കടന്നു വരുമ്പോ അവര് ചോദിക്കുകയാണ്, എന്ത്, അവർക്കൊരു പ്രതീക്ഷ തോന്നുകയാണ്. ഇദ്ദേഹത്തോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപകാരം ഞങ്ങൾക്ക് കിട്ടിയാലോ. അങ്ങനെ അവർ പറയുന്നു, ഖാലു യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്. ഞങ്ങളുടെ നാട്ടിൽ ദുൽഖർനൈൻ, ഞങ്ങളുടെ നാട്ടിൽ യഅജൂജും മഅജൂജും ഭയങ്കര ഫസാദ് ഉണ്ടാക്കും. ഫഹൽ നജഅലു ലക ഖർജ, ഞങ്ങൾ താങ്കൾക്ക് നികുതി നൽകാം. അലാ അൻ തജഅല ബൈനനാ വബൈനകും സദ്ദ, ഒറ്റ കരാറാണ്. എന്ത്, ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു സദ് ഉണ്ടാക്കി തരണം, ഒരു കെട്ടുണ്ടാക്കി തരണം എന്ന വ്യവസ്ഥയിൽ ഞങ്ങൾ താങ്കൾക്ക് നികുതി നൽകാൻ വരെ ഞങ്ങൾ റെഡിയാണ്, താങ്കൾ അഭിപ്രായം പറഞ്ഞാലും. അപ്പൊ മഹാനവറുകളുടെ മറുപടി എന്താണ്? എനിക്കതൊന്നും വേണ്ട, എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള അറിവും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു കെട്ടുപണി തരാം. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ കൂവത്ത് കൊണ്ട്, നിങ്ങളുടെ മാൻ പവർ കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക എന്ന് മഹാനായ ദുൽഖർനൈൻ പറയുകയാണ്. അങ്ങനെ ദുൽഖർനൈൻ ചെയ്ത കാര്യം എന്താണ്? ആതൂനി സുബറൽ ഹദീദ്, നിങ്ങൾ ഇരുമ്പിന്റെ കട്ടകളെ കൊണ്ടുവരിക. അങ്ങനെ ഇരുമ്പിന്റെ കട്ടികൾ അവർ കൊണ്ടുവന്നു. അദ്ദേഹം അതിങ്ങനെ അടുക്കടുക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഖാലം ഫുഹു ഹത്താ ജഅലഹു നാറ, ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, ചെമ്പ് അത് ഉരുക്കിയിട്ട് നമുക്ക് നമ്മൾ സിമെന്റ് പോലെ അതിനെ കെട്ടായി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലം കിട്ടാൻ വേണ്ടി അദ്ദേഹം അവരോട് അങ്ങനെ ഒരു ദ്രാവകം ഉണ്ടാക്കാനും അത് അതിന്റെ മുകളിലും ഒഴിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ. ഞാൻ ചുരുക്കി പറയാം, അങ്ങനെ എന്ത് ചെയ്തു, അവര് മുഖാന്തരമുള്ള ആ ഒരു ശല്യം നിലക്കുമാറ് അതിശക്തമായ ഒരു കെട്ട് അദ്ദേഹം അവർക്ക് പണിതു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖാല ഹാദാ റഹ്മത്തുൻ മിർ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ റഹ്മത്തിനാൽ ഞാൻ ചെയ്ത കാര്യമാണ്. ഫൈദാ ജാഅ വഅദു റബ്ബി, എന്റെ റബ്ബിന്റെ കരാർ വരുന്ന സമയം, ജഅലഹു ദക്കാഅ വകാന വഅദു റബ്ബി ഹഖ്ഖാ, ഇതെന്ത് ചെയ്യും, ഇത് തകർത്തു തരിപ്പണമാക്കി അവർ പുറത്തേക്ക് വരും. എന്നിട്ടോ വതറക്നാ ബഅലഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ്, അവർ തിരമാല കണക്കെ അവരെന്ത് ചെയ്യും, ഭൂമിയിലൂടെ ഫസാദ് ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി അവർ കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതായത് മഹാനായ ഈസ നബി അലൈഹിസ്സലാം വീണ്ടും ഈ ദുനിയാവിലേക്ക് വരും. ആ വരുന്ന സമയത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കെട്ടു തകർന്നുകൊണ്ട് യഅജൂജ് മഅജൂജ് ഭൂമിയിലേക്ക് വരിക എന്നുള്ളത്. അതിക്രൂരതയാണ് അവരുടെ മുഖമുദ്ര എന്നുള്ളത് നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ആ ചരിത്രത്തിന്റെ ആ ഒരു പ്രഖ്യാപനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇവരുടെ വിശദമായ വിവര ഹദീസുകളിലുണ്ട്. ഇവരുടെ എണ്ണം എത്രയാണ്? അതായത് അവർ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുകൂടി അതിലെ ആദ്യക്കാരിങ്ങനെ നടന്നു പോകും. അവസാനക്കാരെത്തുമ്പോ അതിൽ അവർ അഭിപ്രായ പ്രകടനം നടത്താണ്, ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതവിടെ കാണുന്നില്ലല്ലോ. അതിലെ വെള്ളമൊക്കെ എന്ത് ചെയ്തു? മുന്നിൽ കടന്നുപോയ ആളുകൾ അത് കുടിച്ചു തീർത്തു എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തരും, ഓരോ ദിവസവും അവർ ഇതിന് തുളയുണ്ടാക്കുന്ന, ഇതിനെ നശിപ്പിക്കുന്ന പണികൾ അവർ ചെയ്യുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വിരലിന്റെ വട്ടങ്ങനെ കാണിച്ചിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്ര ആയിട്ടുണ്ട് അവർ തുളച്ചിട്ട്. അപ്പൊ അവര് അതിൽ നിന്ന് മതിയാക്കിയിട്ട് പറയുന്ന ഒരു സൂര്യകിരണം വരുന്ന ആ ഒരു തുളച്ചപ്പോ അവര് പരസ്പരം അഭിപ്രായ പ്രകടനം നടത്തി, നമുക്ക് നാളെ ആക്കാം. പക്ഷെ നാളെ വരുമ്പോ അത് പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. എന്നിട്ടോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അങ്ങനെ അവർ ഈസാ നബി അലൈഹിസ്സലാമിയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? അവർ ഈ കെട്ട് പൊട്ടിച്ചുകൊണ്ട് ദുനിയാവിലേക്ക് പ്രവേശിക്കും. നാടിന്റെ എല്ലാ ഭാഗത്തും അവർ കുഴപ്പങ്ങളുണ്ടാകും, അതീവ ക്രൂരതയാണ് കാണിക്കുക. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമയോടും അനുചരന്മാരോടും തൂറിന്റെ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി പറയും. എന്നിട്ട് പ്രവാചകൻ പറയും, ഇന്ന് 100 ദീനാർ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണോ, അന്ന് അവർക്ക് ഒരു കാളയുടെ തല തിന്നാനൊന്നുമില്ല, അതായിരിക്കും അവർക്ക് പ്രിയപ്പെട്ടതായി മാറുക. അത്രയും കഠിനമായിട്ടുള്ള ഒരു സാഹചര്യം ഈസാ നബി അലൈഹിസ്സലാമക്കും അനുചരന്മാർക്കും ഉണ്ടാകും. അങ്ങനെ അവസാനം അള്ളാഹു ഒരു ദൂതിനെ, ഒരു പുഴുവിനെ പറഞ്ഞയക്കും. അത് അവരുടെ കഴുത്തുകളിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ അവർ ചത്തു വീഴും. അങ്ങനെ എല്ലാ നിലക്കും ദുർഗന്ധം പരന്ന്, ഇവരുടെ ഈ ഒരു മരണം കാരണമായി ദുർഗന്ധം പരന്ന് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സഹായം ചോദിക്കും. അപ്പൊ അള്ളാഹു അതിശക്തമായൊരു മഴ വർഷിക്കും. അങ്ങനെ ഈ ഒരു ഭൂമി അള്ളാഹു ശുദ്ധമാക്കുന്ന ഒരു കാര്യം സൂറത്തു കഹ്ഫിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹു വെറുതെ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞതല്ല. വെള്ളിയാഴ്ചയിലാണ് ഖിയാമത്ത് സംഭവിക്കുക. മാത്രമല്ല, ഈ ഒരു വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു ഇജാബത്ത് കിട്ടുന്ന, പ്രത്യേകം ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട്. എന്ത് ചോദിച്ചാലും അള്ളാഹു ജവാബ് നൽകുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനെ പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ദിവസത്തിലാണ് ഈ ഒരു സൂറത്ത് നമ്മളോട് പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് കേവല പാരായണത്തിൽ ഒതുക്കാതെ അത് നമ്മളോട് എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കി പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട്, മാറാവേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർ ഞങ്ങളുടെ മാതാപിതാക്കളാണ്, ജ്യേഷ്ഠ അനുജന്മാരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അള്ളാഹുവേ, എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على